തുടങ്ങി ഓരോ റിപ്പോർട്ടർമാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യ നിമിഷങ്ങളിൽ അല്പം പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരും. കാരണം കുറച്ച് തടസ്സങ്ങൾ വരും തുടക്ക സമയത്ത്. അതിനുശേഷം പെട്ടെന്ന് ഫലത്തിലേക്ക് പോകാം. 2-2 തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഡേറ്റ അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. പലരും ഉടൻ അയക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. വട്ടിയൂർക്കാവിലെ മണ്ഡലത്തിലെ തുറന്നേ ഉള്ളൂ, അവിടെ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നുള്ള വിവരം അവിടെ നിന്ന് വരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് കൗണ്ടിംഗ് സെന്ററുകളിൽ പ്രത്യേക സാഹചര്യങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും ഉണ്ടാവും. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ 7:58 ആയപ്പോഴേക്കും സ്ട്രോങ്ങും തുറന്നതേ ഉള്ളൂ. അങ്ങനെ ചില തടസ്സങ്ങൾ വരുന്നുണ്ട് ചിലയിടങ്ങളിൽ. പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ സൂചനകൾ ഒപ്പത്തിനൊപ്പം എന്ന ചിത്രമാണ് വരുന്നത്. 2-2 എന്ന സൂചനകൾ വരുന്നു. നോക്കുക, ഇത് തപാൽ വോട്ടുകളുടെ നേരിയ വോട്ടുകളുടെ വ്യത്യാസമാണ്. ഇത് പൊതുഫലത്തെ സ്വാധീനിക്കുന്ന കണക്കാവില്ല. ഇത് ചില സൂചനകൾ മാത്രമാണ്. നമുക്ക് EVM വോട്ടുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ ട്രെൻഡ് സൂചനകൾ കൃത്യമായി കിട്ടുക. ഇത് തപാൽ വോട്ടുകളാണ്. നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർ ചിന്തിച്ചത് എങ്ങനെയെന്നതിന്റെ സൂചനകളാണ്. ഇടതു മുന്നണി 3, ഒരെണ്ണം കൂടി കൂട്ടിച്ചേർക്കുന്നു. 3-2 LDF 3, UDF 2. ഇതാണ് തപാൽ വോട്ടുകളുടെ സൂചനകൾ. ഇത് സംസ്ഥാനത്തിന്റെ ട്രെൻഡുകളോ സ്വഭാവങ്ങളോ അല്ല, പക്ഷേ ആദ്യ സൂചനകളാണ്. ശ്രദ്ധിക്കുക, ഇലക്ഷൻ കമ്മീഷന്റെ അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. 3-3 ആ രീതിയിലേക്ക് ചിത്രം മാറുന്നു. സംസ്ഥാനത്തിന്റെ ഒരു തപാൽ വോട്ടുകളുടെ ട്രെൻഡുകൾ ഇങ്ങനെ കയറി വരികയാണ്. നമുക്കറിയാം ആ ട്രെൻഡ് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് തപാൽ വോട്ടുകളുടെ സൂചന. 3-3. അതിപ്പോ ഒരു മെസ്സേജ് വരുന്നു. അവിടെ തൃശ്ശൂരിൽ BJP 21 എന്നുള്ള കണക്ക് വരികയാണ്. പത്മജ വേണുഗോപാൽ BJP 21. അത് തപാൽ വോട്ടിന്റെ കണക്കാണ്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ നേരിയ ലീഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ? 21 ലീഡ് എന്നുള്ളതാണ്. ഒന്ന് കൺഫേം ചെയ്യണം. അത് ചിത്രം മാറുന്നു. 4 LDF 4 തപാൽ വോട്ടുകളുടെ കണക്കെടുപ്പിൽ ഇടതുമുന്നണി 4, UDF 3 എന്നതാണ്. തൃശ്ശൂരിന്റെ കണക്കിൽ ഒരുപക്ഷെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. 21 വോട്ടുകളാണ് അവിടെ ഒരുപക്ഷെ ലീഡ് ആവണം പത്മജ വേണുഗോപാൽ നേടിയിരിക്കുന്നത്. 4-4 ചിത്രം വീണ്ടും മാറുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം. ആലുവയിലെയും അങ്കമാലിയിലെയും വൈപ്പിലെയും കണക്ക് വരുന്നുണ്ട്. പക്ഷെ ഓരോ മുന്നണി തിരിച്ചുള്ള കണക്കുകൾ വന്നിട്ടില്ല. ആദ്യം അപ്ഡേറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്രയാസം. 4-4 LDF 4, UDF 4 എന്നുള്ളതാണ്. എല്ലായിടത്തും പോസ്റ്റൽ ബാലറ്റുകൾ അത്ര കണ്ട് കൂടിയിട്ടില്ല എന്നതും കൂടിയുണ്ട് അല്ലേ? വളരെ പെട്ടെന്ന് അതുകൊണ്ട് കൗണ്ടിങ് കഴിയും. ബംഗാളിൽ 8-8 എന്നുള്ള രീതിയാണ്. കേരളത്തിൽ 4-4 എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒല്ലൂരിൽ K രാജൻ LDF ഇല്ല, അദ്ദേഹത്തിന് 35 അല്ലെ 35 വോട്ടുകൾ എന്നുള്ള കണക്കുണ്ട്. 35 ലീഡാണോ എന്നുള്ളത് കൂടി നോക്കണം. അത് 5-4 ചിത്രം അങ്ങനെയാവും. 5-4 അതെ 6-4 അങ്ങനെ ചിത്രം മാറും. ഒല്ലൂരിൽ K രാജനാണ് ലീഡ് ചെയ്യുന്നത്. അതാണ് LDF 35 എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടേഴ്സ് അയച്ചിരിക്കുന്നത്. അതിൽ LDF 35 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മജ വേണുഗോപാൽ തൃശൂർ BJP 21 പറയുമ്പോൾ അത് ലീഡാണെന്ന് തോന്നുന്നു അല്ലെ? ഇത് ഈ ചിത്രം, അതായത് ഇത് ഞങ്ങൾ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന റിയാസ് 12 വോട്ടുകൾക്ക് മുന്നിൽ ബേപ്പൂരിൽ 12 വോട്ടുകൾക്ക് മുഹമ്മദ് റിയാസ് മുന്നിൽ 12 വോട്ടുകൾക്ക് അതും വരുന്നുണ്ട്. അതെ, മുഹമ്മദ് റിയാസ് മുന്നിൽ. ആ സ്ക്രീനിലേക്ക് നമുക്ക് എടുക്കാം. അതായത് മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ ആദ്യ ലീഡ് പിടിക്കുന്നത്. അതെ, മുഹമ്മദ് റിയാസ് ആണ്. ഒല്ലൂരിൽ മന്ത്രി രാജൻ ആദ്യ ലീഡ് പിടിക്കുന്നു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ്. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.